അതിന് മുമ്പ് ഒരു കാര്യം കൂടെ എഴുതിക്കുക, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ എഴുതാൻ വിട്ടുപോയി, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടെ. Angle of contact depends on അത് ഒരു പോയിന്റ്, ഒരു ഡോട്ട് ഇട്ട് അതിന്റെ താഴെ ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ, ഡിപ്പെൻസ് ഓൺ. ഒന്ന് എന്ന് എഴുതിയിട്ട് നേച്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് ഇൻ കോണ്ടാക്ട്. രണ്ടാമത്തേത് മീഡിയം which exist above free surface of liquid. ഇതൂടെ എഴുതിയിട്ട് ഇനി ക്യാപിലാരിറ്റി എഴുതിക്കോ. ലാസ്റ്റ് ടോപ്പിക് ആണ് ക്യാപിലാരിറ്റി. Above the free surface of liquid. ഓക്കെ, എഴുതിക്കോ. ക്യാപിലാരിറ്റി എഴുതിക്കോ. ക്യാപിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇത് എഴുതാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ബീക്കർ എടുക്കുന്നു. ഈ ബീക്കറിനകത്ത് കുറച്ച് വെള്ളം എടുക്കും. ഓക്കെ, ഈ വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് ഒരു സ്ട്രോ പോലെയുള്ള ഒരു സാധനം മുക്കി വെച്ചിട്ട് അതിന്റെ ഈ ഭാഗം നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് വെള്ളം ഇച്ചിരി റേസ് ചെയ്ത് നിൽക്കും. അതായത് ഇതിനകത്ത് വെള്ളം വേണ്ട ഈ ഭാഗത്ത് വന്ന് നിൽക്കും. കേട്ടോ, ഇങ്ങനെ വന്ന് ഇതെന്താ സംഭവിച്ചത്? വെള്ളം ഈ ലെവലിലായിരുന്നു ഇരിക്കുന്നത്, പക്ഷെ ഇപ്പൊ എന്തായി, കുറച്ച് ലെവലിൽ റൈസ് ചെയ്തു. ഇതിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഇത് വെള്ളം പോലെയുള്ള ലിക്വിഡ്, വാട്ടർ പോലെയുള്ള ലിക്വിഡ് ആണെങ്കിൽ ഇത് സംഭവിക്കും. എന്നാൽ ഡെൻസിറ്റി കൂടിയ ലിക്വിഡ്, മെർക്കുറി പോലെയുള്ള ലിക്വിഡ് ആണെങ്കിൽ നോക്കിയാൽ വാട്ടറിന്റെ മെനിസ്കസ് എപ്പോഴും തന്നെ ഇങ്ങനെ താഴോട്ടായിരിക്കും ഇരിക്കുന്നത്. ഇല്ലേ, നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. എന്നാൽ മെർക്കുറിയുടെ മെനിസ്കസ് എപ്പോഴും എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ? മെർക്കുറിയുടെ മെനിസ്കസ് എപ്പോഴും ഇരിക്കുന്നത് ദെൻ ഇങ്ങനെയായിരിക്കും. നോക്കിയോളൂ, അതായത് ദെൻ ഇങ്ങനെയായിരിക്കും ഇരിക്കും മെർക്കുറിയുടെ. ഓക്കെ, മെർക്കുറി ഒരു മെനിസ്കസ് മീൻസ് വെള്ളം നിങ്ങൾ എന്താണ് ഇതിനകത്ത് വരയ്ക്കുന്നത് ഇങ്ങനെയല്ലേ ഇരിക്കും. സൂം ചെയ്ത് നോക്കിയാൽ അതിന്റെ സർഫസ് തന്നെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അകത്തേക്ക് വലിഞ്ഞ് അല്ല. ഒന്ന് ചെയ്ത് നോക്കാം, ഏതെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കാം. മനസ്സിലായോ? എപ്പോഴും ഇങ്ങനെ സ്പെരിക്കൽ ആയിട്ടായിരിക്കുന്നത്. സ്പെരിക്കലായി ഇങ്ങനെ ഇച്ചിരി നടുക്ക് ഇങ്ങനെ സർഫസ് ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനെ വലിക്കും. മനസ്സിലായോ? സർഫസ് ടെൻഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്നാൽ മറ്റേ മെർക്കുറി ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മെർക്കുറി ആണെങ്കിൽ തന്നെ മുകളിലോട്ട് സ്പെരിക്കൽ സർഫസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ, മുകളിലോട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾ ഈ സ്ട്രോ പോലുള്ള ഒരു സാധനം ഇറക്കി വെച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇതിന്റെ വാട്ടർ ലെവൽ താഴും, അതായത് ഡിപ്രസ്ഡ് ആവും. കണ്ടോ, ഇങ്ങനെയായിട്ട് മാറും. ഇതിനെ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും. കാപ്പിലറി ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രോ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് കാപ്പിലറി ട്യൂബ്. മുടിനാര് പോലത്തെ കനമേ അതിനകത്ത് കാണത്തുള്ളൂ, അല്ലെങ്കിൽ വളരെ കനം കുറഞ്ഞ എന്താണ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ട്രോ. അതിന്റെ ഗ്യാപ്പ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. മുടിനാരെന്ന് പറഞ്ഞാൽ മുടിനാരിനേക്കാളും കുറച്ചുകൂടെ കാണും. ഓക്കെ, മുടിനാര് ഇത്രയും ചെറുതായിരിക്കത്തില്ല, എന്നാൽ കുറച്ചുകൂടെ കൂടുതൽ കാണും. അപ്പം ഇങ്ങനെ ഈ എന്താണ് എത്ര റൈസ് ചെയ്തു, അതായത് ആ ഹൈറ്റ്, അതായത് നിങ്ങൾ ഇപ്പം ഇതിനകത്തോട്ട് നിങ്ങൾ ആ കാപ്പിലറി ട്യൂബ് ഇറക്കി വെക്കുന്ന സമയത്ത് ആ കാപ്പിലറി ട്യൂബിനകത്ത് എത്ര ഹൈറ്റിൽ വെള്ളം കൂടി എന്നുള്ള എച്ച് ആണ് നമുക്ക് ശരിക്കും ഈ ഡെറിവേഷനകത്തുനിന്ന് എന്ത് ചെയ്യുന്നത്,
കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതിനാണ് ക്യാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ക്യാപ്പിലാരിറ്റി. ഓക്കെ ആണല്ലോ. നിങ്ങൾ സിംപ്ലി നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഒരു സ്ട്രോ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രോയുടെ ആറ്റം സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം നാരങ്ങ വെള്ളം അതിനകത്തൂടെ റൈസ് ചെയ്തിരിക്കും. നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, വാട്ടറിന്റെ ഒരു പാത്രത്തിൽ നിങ്ങൾ ഒരു എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വാട്ടറിനെ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എടുക്കണം. ടെസ്റ്റ് ട്യൂബിനകത്ത് എടുത്തിട്ട് വെള്ളം എടുക്കുമ്പോൾ വേണ്ട ഇങ്ങനെ ഇരിക്കുക. അല്ല, സിറിഞ്ചിനകത്ത് എടുത്താലും മതി. സിറിഞ്ചില്ലേ, സിറിഞ്ച് വീട്ടിലുണ്ടെങ്കിൽ സിറിഞ്ചിനകത്ത് എടുത്താലും വാട്ടറിന്റെ ആ മെനിസ്കസ് താഴ്ന്നായിരിക്കും. അതിനെ മെനിസ്കസ് എന്നാ പറയുന്നത്. എന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതിന് മെനിസ്കസ്, ലോവർ മെനിസ്കസ്. അങ്ങനെയാ വരുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ഈ ഒബ്സർവേഷൻ, സയൻസ് സ്റ്റുഡൻസിന് ആദ്യം വേണ്ടത് ഒബ്സർവേഷനാണ്. അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ദ റൈസ് ഓർ ഫോൾ ഇൻ level of liquid in the capillary tube by neglecting the effect of gravity is called capillarity. ഓക്കെ ആണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഒപ്പിയെടുത്ത് മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷൻ ആണിത്. ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പൊതുവിൽ ഡൗട്ട് ചോദിക്കരുത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം എന്നോട് ഒന്ന് ചോദിക്കണം. അല്ലേ എന്ത് ചെയ്യും, ബാക്കിയുള്ളവരെ കൂടെ അത് പ്രശ്നത്തിലാക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചാൽ കേട്ടോ. ഡൗട്ട് ഞാൻ തീർത്തു തരാം. ഓക്കെ, അപ്പം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നോക്കിക്കോളൂ. കൺസിഡർ എ ഗ്ലാസ് capillary tube of radius small r. അപ്പൊ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ആർ ആണ്. ഓക്കെ, ഡിപ്ഡ് in a liquid of density rho. അപ്പം നമ്മൾ ഈ കാപ്പിലറി ട്യൂബിനെ അതിനകത്ത് മുക്കി വെച്ചിരിക്കുകയാണ് ഒരു ലിക്വിഡിനകത്ത്. ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്താ? റോ. ആൻഡ് അതിന്റെ സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്. ആൻഡ് സർഫസ് ടെൻഷൻ സിഗ്മ. ലെറ്റ് ദ ലിക്വിഡ് വെറ്റ് ദ ഗ്ലാസ്. വെറ്റ് ദ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാസിനെ വെറ്റ് ചെയ്യുന്ന, നമ്മൾ ഇന്നലെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പറഞ്ഞ പോലെ തന്നെ ഗ്ലാസിനെ വെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ ലിക്വിഡ് റൈസസ് ത്രൂ എ ഹൈറ്റ് h forming concave meniscus. Liquid rises. Let the liquid wet the glass. Concave meniscus. എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഇരിക്കുന്ന മെനിസ്കസ് ആണ് കോൺകേവ് മെനിസ്കസ്, അല്ലേ? കോൺവെക്സ് മെനിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇങ്ങനെ ഇരിക്കുന്ന മെനിസ്കസ് ആണ് കോൺവെക്സ്. ഓക്കെ, അങ്ങനെ അങ്ങ് പഠിക്കുക ഈ കാര്യങ്ങളൊക്കെ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് കോൺകേവ് അല്ലല്ലോ, അത് കോൺവെക്സ് ആണല്ലോ, ഇത് കോൺവെക്സ് ആണല്ലോ, അത് കോൺകേവ് ആണല്ലോ, അതൊന്നും വേണ്ട. ഇങ്ങനെ താഴോട്ടിരിക്കുന്നത് കോൺകേവ് മെനിസ്കസ്, മുകളിലോട്ടിരിക്കുന്നത് കോൺവെക്സ് മെനിസ്കസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആ പടം ഒന്ന് വരയ്ക്കാം. നോക്കിക്കോളൂ, ആ പടം ഇച്ചിരി വലുതായിട്ട് തന്നെ ആ പടം വരയ്ക്കാൻ ശ്രമിക്കുക.
ഇത് വരച്ചോ. ഞാൻ ആ കാപ്പിലറി ട്യൂബ് ഇച്ചിരി സൂം ചെയ്ത് വരയ്ക്കുകയാണ്, ഇച്ചിരി വലുതാക്കി വരയ്ക്കുകയാണ് കാപ്പിലറി ട്യൂബ്. കാരണം ഇതിനെ നമ്മളൊരു സ്പിയർ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാനുണ്ട് അവിടെ, അതുകൊണ്ട്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഞാൻ ഇതിനെ കുറച്ചുകൂടെ മുകളിലോട്ടൊന്ന് വരയ്ക്കണം. നമുക്ക് ഇവിടെ ഒരു സ്പിയർ പോലെ ഇതിനെ കൺസിഡർ ചെയ്യണം. സ്പിയർ പോലെ നമ്മൾക്ക് അതിനെ കൺസിഡർ ചെയ്യണം. കുറച്ചുകൂടെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണേ. ഓക്കെ ആണല്ലോ? ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ ചിരിച്ചോണ്ടും മറിച്ചോണ്ടും ഇരിക്കരുത്. പഠിപ്പിക്കുന്ന സമയത്ത് അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. എടുത്ത് ഞാൻ കിണറ്റി ഇടും, ഞങ്ങളുടെ കാര്യം ഞാൻ പറയാം. ഇവിടെ നോക്കിയോ, ഇതിനെ നമ്മളൊരു സ്പിയർ ആയിട്ട് അങ്ങ് എടുക്കണം. ഇത് സ്പിയറിന്റെ ഒരു ഭാഗമല്ലേ? അപ്പൊ ഇതിനെ ഞാൻ ഒരു സ്പിയർ ആയിട്ട് അങ്ങ് വരയ്ക്കുക. അപ്പൊ ആദ്യം മനസ്സിലാക്കിക്കോണം, ഇതിനെ ഒരു സ്പിയർ ആയിട്ട് അങ്ങ് വരയ്ക്കാൻ നോക്കിയോ. ഇതിനെ ഞാൻ അങ്ങ് സ്പിയർ ആയിട്ട് എടുക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞുതരാം. അതുകൊണ്ട് ഇതൊരു സ്പിയർ പോലെ അങ്ങ് വരയ്ക്കുക. ജസ്റ്റ് ഡോട്ടർ ഇട്ട് ഒരു സ്പിയർ പോലെ അങ്ങ് വരയ്ക്കുക. ഓക്കെ, നമുക്ക് അറിയുന്ന രണ്ട് മൂന്ന് കാര്യത്തിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിയറിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതായിരിക്കും, അല്ലേ? ശരിയല്ലേ? ഓക്കെ, ഈ സ്പിയറിന്റെ നമ്മൾ ഇതിന്റെ റേഡിയസ് എന്തായിട്ട് എടുത്തത്? ഈ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ഏതാ? കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ഇതല്ലേ, അല്ലേ? അത് ഞാൻ ഇവിടോട്ട് വരയ്ക്കാൻ പോവാ. കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആര്യലക്ഷ്മി കാപ്പിലാരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ പടം അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇത് എന്തിന്റെ റേഡിയസാ? ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എന്തിന്റെ റേഡിയസാ? ഇതാ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ സ്പിയറിന്റെ റേഡിയസ് ഞാൻ എന്തായിട്ട് എടുക്കാൻ പോവാന്നറിയോ? ഈ സ്പിയറിന്റെ റേഡിയസ് ഞാൻ എന്തായിട്ട് എടുക്കാൻ പോവാന്നറിയോ? ഈ സ്പിയറിന്റെ റേഡിയസ് ഇതങ്ങ് എടുക്കാൻ പോവാം. ഓക്കെ, ഇങ്ങനെ എടുക്കാൻ കുഴപ്പമുണ്ടോ? ഓക്കെ, ഇത് ക്യാപിറ്റൽ ആർ ആയിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടത്തെ പ്രഷർ, അതായത് എന്താണ്, ഇത് സ്പിയർ കൺസിഡർ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതെന്താ, ഈ കോൺകേവ് സൈഡിന്റെ മുകളിലുള്ള ഈ കോൺകേവ് സൈഡിലെ പ്രഷറിനെ ഞാൻ പി ഐ എന്നങ്ങ് എടുക്കുകയാണേ. ഇനി 3 പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഒന്ന് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാം, ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ എടുക്കുകയാണ്. ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്ന പോയിന്റ്. ഇവിടത്തെ പ്രഷർ പി ഒ എന്നങ്ങ് എടുക്കുകയാണ്. പിന്നെ ഇവിടത്തെ നമ്മുടെ ആ മെനിസ്കസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇവിടെ എങ്ങനെ വരയ്ക്കുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കാം, കാരണം സർഫസ് അതാണ്. അപ്പൊ ഇതായിരിക്കും അവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇതായിരിക്കും അവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചുമപ്പ് വരെ അതിന്റെ ടാൻജന്റ് വരച്ചിരിക്കുന്നത്. ആ മെനിസ്കസിന് നോക്കിയേ, ഈ മെനിസ്കസിന് കണ്ട, ഈ മെനിസ്കസിന് ടാൻജന്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് 90 മൈനസ് തീറ്റ, 90 മൈനസ് തീറ്റ എന്നൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ തീറ്റ വരും. നിങ്ങൾ ഇനി അങ്ങനൊന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട, അവിടെ തീറ്റ എന്ന് എടുക്കുക. കാരണം ആ തീറ്റയാണ് നമുക്ക് വേണ്ടത് ചെയ്യാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങൾ ഈ പടത്തിനകത്ത് മാർക്ക് ചെയ്യണം. ഓക്കെ ആണോ? ഞാൻ ഡെറിവേഷനിലേക്ക് പോവാണ്. നോക്കിക്കോളൂ, ഡെറിവേഷനിലേക്ക് പോവാണ്. ലെറ്റ് പി ഐ ബി ദ പ്രഷർ ഓൺ ദ concave side of meniscus, and if we assume it as a spherical liquid drop, liquid drop, PO be the
outside pressure, outside pressure. അതായത് it is assumed it അല്ല it as a spherical liquid drop. PO be the outside pressure. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ഈ പി ഐ എന്ന് പറയുന്നതല്ലേ ഔട്ട്സൈഡിലുള്ളത്, പി ഒ എന്ന് പറയുന്നത് ഇൻസൈഡ് അല്ലേ എന്ന് ചിന്തിക്കല്ലേ. ഇവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കേണ്ടത് എങ്ങനെയാ? ഇതിനെ നമ്മളൊരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് അകത്താ, കണ്ടോ? ഈ പോയിന്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിയറിന് പുറത്താ, അങ്ങനെയാണ് ഔട്ട് സൈഡ് പ്രഷർ ആയത് കേട്ടോ. അങ്ങനെ ചിന്തിക്കണം. കാരണം ഞാൻ ഈ എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം, കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട, ട്വിസ്റ്റ് ചെയ്യണ്ട, ഈ പറയുന്ന പോലെ തന്നെ അങ്ങ് ഓർത്താൽ മതി. ഇനി നോക്കിയോ, നമുക്കറിയാം എക്സസ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങോട്ട് പഠിച്ച ഇല്ലയോ? അപ്പൊ നമുക്കറിയാം വി ഹാവ് എക്സസ് പ്രഷർ പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു 2s by r ആണോ? എക്സസ് പ്രഷർ പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു 2s by r. ഇത് എവിടെ കണ്ടുപിടിച്ചത്? നമ്മൾ പഴയ അവിടെ കണ്ടുപിടിച്ച ഇല്ലയോ? നമ്മളത് നേരത്തെ കണ്ടുപിടിച്ചു, കഴിഞ്ഞ ദിവസം എക്സസ് പ്രഷറിനെ ലിക്വിഡ് ഡ്രോപ്പിനകത്ത് കണ്ടുപിടിച്ചാണ്. ഫ്രം ദ ഫിഗർ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പോവാ. കോസ് തീറ്റ ഈസിക്വൽ ടു എന്താ നോക്കിയാടെ? കോസ് തീറ്റ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തീറ്റ ഏതായിട്ട് എടുക്കണം എന്നാ പറഞ്ഞത്? തീറ്റ വേണ്ട ഇതിനകത്തെ ഇത് വേണം തീറ്റ ആയിട്ട് എടുക്കാൻ. അപ്പൊ അതിന്റെ കോസ് തീറ്റ കണ്ടുപിടിച്ച എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഇല്ലേ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അതിനെ നമുക്ക് സ്മോൾ ആർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരുന്നു? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ സ്മോൾ ആർ. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് റേഡിയസ് ക്യാപിറ്റൽ ആർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആർ ബൈ കോസ് തീറ്റ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? സെറ്റ് ആണോ? ഇനിയും ഒരു 2-3 സ്റ്റെപ്പ് അങ്ങ് ചുരുക്കിയിട്ട് എഴുതാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓൾസോ പി ഐ ഈസ് ഈക്വൽ ടു പി ഒ പ്ലസ് എച്ച് റോ ജി. പഠിച്ചിട്ടുണ്ടോ? ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവിടെ ഒന്ന് പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു? എച്ച് റോ ജി എന്ന് കിട്ടുന്നു, ആണല്ലോ? ഇത് ഇക്വേഷൻ. ഇതൊരു കാര്യം ചെയ്യും, ഈ ആറിനെ ഇക്വേഷൻ നമ്പർ 3 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും അതേപോലെ തന്നെ പി ഐ ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്നും എടുക്കുന്നു. ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 3 നോക്കിയേ. 1ന്റെ LHS ഉം പി ഐ മൈനസ് പി ഒ ആണ്, 3ന്റെ LHS ഉം പി ഐ മൈനസ് പി ഒ ആണ്, ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? 2s ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ എന്തെന്ന് കിട്ടുന്നു? എച്ച് റോ ജി എന്ന് കിട്ടുന്നു, ആണോ? ഇനി നമുക്ക് ആറിന്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാ? 2s ഈസ് ഈക്വൽ ആറിന്റെ വാല്യൂ എന്താ? സ്മോൾ ആർ ബൈ കോസ് തീറ്റ എന്നല്ലയോ? ഈസിക്കൽ ടു എന്താ? എച്ച് റോ ജി, ആണോ? കോസ് തീറ്റ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മോളിൽ പോകുമ്പോൾ എന്ത് വരും? 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ ഈസിക്കൽ ടു എച്ച് റോ ജി എന്ന് വരും, ആണോ? അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നതെന്നാ പറഞ്ഞത്? നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ്? എച്ച് കണ്ടുപിടിക്കാനായിരുന്നു. എത്ര റൈസ് ചെയ്തു, എത്ര ഡിപ്രഷൻ നടന്നു, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടുന്ന് എച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവനെ രണ്ടിനെയും കൊണ്ട് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ 2s cos തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി ഈസിക്കൽ ടു എച്ച്. അവിടെ നിങ്ങൾ എച്ച് ഈസിക്കൽ ടു എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. എച്ച് ഈസിക്കൽ ടു 2s cos തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി. ഇതായിരിക്കും നമ്മുടെ ക്യാപിലാരിറ്റിയുടെ ഡെറിവേഷന്റെ ഫൈനൽ ഇക്വേഷൻ. This give capillary rise. ഇതിപ്പോ നമ്മള് മറ്റേ കോൺകേവ് മെനിസ്കസ് ഉള്ള നമ്മുടെ നോർമൽ വാട്ടറിന്റെ കേസ് വെച്ചാ ചെയ്തത് അല്ലേ? This gives capillary rise.
ചെറുതാക്കാം, എഴുതാനുള്ളവരെല്ലാം എഴുതിക്കും. ഇത് ഏറ്റവും ചുരുക്കിയതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇത് പഠിപ്പിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അലീഷയ്ക്ക് അല്ലായിരുന്നോ ഇത് എന്തോ ഡൗട്ട് ഉണ്ടെന്ന് കഴിഞ്ഞ എപ്പോഴോ ഏതോ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചപ്പോ പറഞ്ഞേ? അലീഷ അല്ല, ഇതല്ലേ എന്തോ പറഞ്ഞത്, ആണോ? അല്ല, അന്ന് ഞാൻ പറഞ്ഞത് ഇത് സ്കൂളിൽ പഠിപ്പിച്ചില്ല എന്നായിരുന്നു. ഇക്വേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. പഠിക്കാനുണ്ടെന്നുള്ളത് പറഞ്ഞാ. ഓക്കെ 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 ഓക്കെ. ഡെറിവേഷൻ പറഞ്ഞു. ഇപ്പൊ ഓക്കെ. അല്ല, ഏതോ ഒരു വീഡിയോ കണ്ടെന്ന് എന്നോട് പറഞ്ഞത്, അങ്ങനെ ഓർക്കുന്നേ. ആണോ? ഓക്കെയാണോ? ഇത് ഓക്കെ ആണെങ്കിൽ ഇത് മനസ്സിലായി. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിനകത്ത് ആകെ പഠിക്കാനുള്ള ഇത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രമേ ഉള്ളൂ. കഴിഞ്ഞു. ഇതൊരു വലിയ ചാപ്റ്റർ ആയിരുന്നു. ഇത്രയും വലിയ ചാപ്റ്റർ ഇനി ഫിസിക്സ് പഠിക്കാനില്ല ഇതിനകത്ത്. നമുക്ക് ഇനി എല്ലാം പടപടാന്ന് തീരുന്ന ചാപ്റ്ററേ ഉള്ളൂ. നമുക്ക് മാക്സിമം ഒരു 3 ക്ലാസ് അല്ലെ 2 ക്ലാസ് എടുക്കത്തില്ല. ഇതിപ്പോ നമ്മുടെ 8ാമത്തെ ക്ലാസ്, ഇത് ഈ ഇതിന്റെ ചാപ്റ്ററിന്റെ 8ാമത്തെ ക്ലാസ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സ്ഥാനം തരാം. നിങ്ങൾ എഴുതി കഴിഞ്ഞെങ്കിൽ അതും കൂടെ എഴുതി കിട്ടോ. ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി പരീക്ഷയ്ക്ക്. ആദ്യം ഡെറിവേഷൻ തരാമേ. ആദ്യം ഡെറിവേഷൻ പഠിക്കേണ്ട. ഡെറിവേഷൻ ഇത് പെട്ടെന്ന് പഠിച്ച് മാറ്റി വെക്കണം. ഇടയ്ക്കുള്ള ഫ്രീക്വന്റ് ഇന്റർവെല്ലിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്തുകൊണ്ടും ഇരിക്കണം, അല്ലേ മറന്നു പോകും. ഡെറിവേഷൻ ആണ്. ഡെറിവേഷനകത്ത് ഇത് പഠിക്കേണ്ടത് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് എഴുതിയെടുത്തോണം. ഈ ടോപ്പിക്സ് എഴുതിയെടുത്തോണം. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് നോട്ട് ചെയ്യാൻ. ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെറിവേഷനകത്ത് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ചോദിക്കാറുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ചോദിക്കാറുണ്ട്. അത് ഡെറിവേഷൻ ആയിട്ടല്ല, പക്ഷെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഡെറിവേഷൻ തന്നിട്ട് ചെറിയ ടോപ്പിക് തരാമേ. ടെർമിനൽ വെലോസിറ്റി. Equation of continuity. Bernoulli's theorem. Excess pressure in a liquid drop. അതിന്റെ തന്നെ ഇതായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. പക്ഷേ ഏതോ ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, എക്സസ് പ്രഷർ ഇൻസൈഡ് എ ബബിൾ എന്നല്ല പറഞ്ഞായിരുന്നല്ലോ, ഇല്ലേ? പറഞ്ഞ ഇനി ക്യാപ്പിലാരിറ്റി. ഇത്രയും ഡെറിവേഷൻ മാത്രം ഇതിനകത്തുനിന്ന് നോക്കിയാൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ക്യാപ്പിലാരിറ്റി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 5 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി, ക്യാപ്പിലാരിറ്റി, എക്സസ് പ്രഷർ, ബെർണോളിസ് തിയറം,
ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത്രയാണ് ഇതിനകത്ത് സോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അർത്ഥം ഈ 5 ഡെറിവേഷൻ പഠിക്കാതെ പോകരുത് എന്നർത്ഥം. ഓക്കെ, ഇനി ചെറിയ ചോദ്യങ്ങൾ നോക്കിക്കോളൂ. ചെറിയ ചോദ്യങ്ങൾ 2 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചെറിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. മറ്റു ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലുള്ള എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ തന്നില്ലേ, അതുപോലെയുള്ള ചോദ്യങ്ങൾ അവിടെ ഒന്ന് പ്രതീക്ഷിക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ എന്നൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത് കേട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ക്വസ്റ്റ്യൻസ്. മാഗ്നസ് ഇഫക്റ്റ് പഠിപ്പിച്ചില്ലെന്നല്ലേ പറഞ്ഞത്. എയറോഫോയിൽ. സ്റ്റോക്സ് ഫോർമുല മാത്രം പഠിച്ചാൽ മതി. സ്റ്റോക്സ് ഫോർമുല. നമ്മളൊരു ഇക്വേഷൻ എഴുതിയത് ഓർക്കുക. ഈറ്റ ഈസിക്കൽ ടു എഫ് ഡി എക്സ് ബൈ എ ഡി വി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഈറ്റ ഈസിക്കൽ ടു എഫ് ഡി എക്സ് ബൈ എ ഡി വി. ഓക്കെ, ആ ഇക്വേഷനെ നമ്മൾ ന്യൂട്ടൺ ഇക്വേഷൻ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞൊന്ന് കൊടുത്തേക്കണേ. എവിടാന്നറിയാമോ? നമ്മൾ ആ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിച്ചായിരുന്നു. ആ ഈറ്റയുടെ ഇക്വേഷനെ നമ്മൾ ന്യൂട്ടൺ ഇക്വേഷൻ ഓഫ് വിസ്കോസിറ്റി എന്നും കൂടെ പറയും കേട്ടോ. അതും കൂടെ ഒന്ന് എഴുതിയിട്ടാണ് ഒരു പ്രാവശ്യം പരീക്ഷ ചോദിച്ചാണ്. ന്യൂട്ടൺ ഇക്വേഷൻ ഓഫ് വിസ്കോസിറ്റി. അത് നമ്മൾ പഠിച്ച തന്നെയാണ്, ഈറ്റയുടെ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അത് ഈറ്റയുടെ ഇക്വേഷൻ ആണ് ഇത് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ക്രിട്ടിക്കൽ വെലോസിറ്റി. ലാമിനാർ ഫ്ലോ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. പാസ്കൽസ് ലോ. ഇത്രേ ഉള്ളൂ. ഇത്ര നോക്കിയാൽ മതി. ഓക്കെ ആണോ? എഴുതിക്കോ. പുതിയ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതി.